നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങൾ മുട്ട ബജിയാണ്. അതിന് 2 മുട്ട, തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇനി ഒരു പച്ചമുളകും കൂടി എടുക്കണം. എന്നിട്ട് ഇത് എല്ലാം കൂടി വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയിലാണ്. ഗോതമ്പ് പൊടിയാണെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റിന് വ്യത്യാസമില്ല, അടിപൊളിയാണ്. കടലമാവും മൈദപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ടേസ്റ്റൊന്നും മാറുന്നില്ല. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്, എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ചട്ടി അടുപ്പത്തേക്ക് ചൂടാകുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എനിക്ക് മൈക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ചൂടായിപ്പോയി. അപ്പോൾ കുറച്ച് സിമ്മിലാക്കി വെക്കുക. എന്നിട്ട് ഓരോ സാധനങ്ങളായി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒഴിച്ചിട്ട് തന്നെ ഇടണം. ഒന്നും വഴറ്റി വേണ്ട. എല്ലാം കൂടി നമുക്ക് മിക്സാക്കി ഇതാക്കിയെടുക്കാം. ഇളക്കി കൊടുക്കാം. നല്ല വാടക വേണ്ട, എന്നാലും നമുക്ക് മിക്സ് ചെയ്ത് അരക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കി ഇത് കണിഞ്ച് നമുക്കൊന്ന് മിക്സിയിട്ട് അടിച്ചെടുക്കാം. തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതവിടെ നിന്ന് ആവട്ടെ. നമ്മൾ മസാല നല്ലോണം തണിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഈ ഒരു പരിവാ കിട്ടേണ്ടത്. അധികം ലൂസും ആവരുത്, അധികം അരഞ്ഞും പോവരുത്. ഈ ഒരു പരുവത്തിൽ കിട്ടണം. എങ്കിൽ കട്ട നല്ലോണം ഉണ്ടാവാനും പാടില്ല. ഇതിലേക്ക് നമ്മൾ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. കപ്പ് ഗോതമ്പ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ടൈറ്റ്നെസ് വരും. ഇങ്ങനൊരു പരുവം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം, അധികം ലൂസായി പോവരുത്, കൂട്ട് കുറച്ച് വെള്ളം ചേർത്ത് വെക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. നമ്മൾ ഉപയോഗിച്ച മസാല കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം വെള്ളം ചേർക്കേണ്ടി വരും. ഇല്ല, മസാല കണക്കായിട്ടുണ്ടെങ്കിൽ വേണ്ട. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അത് മതിയാവും, ഈ ഒരു ഇത് മതിയാവും. നല്ലോണം ഇളക്കി യോജിപ്പിക്കും. നല്ല ഇതായി കിട്ടും, നല്ല ലൂസ്നെസ്സും എല്ലാം വരും. നല്ല ടേസ്റ്റുമാണ്. നല്ല നാടൻ രീതിയിലുള്ള ഒരു സ്നാക്സാണ്. അനാവശ്യമായ പൊടികളൊന്നും തന്നെ നമ്മളിതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. എൻ്റെ മോന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലത്തെ മസാലകളൊക്കെ അവന് പല കടികളിലും ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കുറച്ച് സമയം ഇളക്കി കൊണ്ടുവയ്ക്കാം. ഇതിലാണ് കിട്ടേണ്ടത്. ഈ ഒരു പരുവത്തിൽ കിട്ടണം.
ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തില്ല, കാരണം എൻ്റെ മസാലയ്ക്ക് നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്ന ഉപ്പൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനി മുട്ട തണിഞ്ഞ ഒന്ന് നോക്കാം. എന്നിട്ട് അത് പൊളിച്ചെടുക്കാം. മുട്ട തണിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. അതിന് പൊളിച്ചെടുക്കാം. മുട്ട പൊളിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ 2 മുട്ടയാണ് നമ്മളെടുത്ത 4 പീസാണ്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ഇനി അത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് ഓരോന്നോരോന്നായി വറുത്ത് കോരുന്നത് നല്ലത്. അധികം എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ബജിയാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഇത് എണ്ണ ചൂടാവട്ടെ. ഞാനിത് കയ്യിൽ പിടിച്ചിട്ടാണ് മൊബൈലുള്ളത്, അതുകൊണ്ട് എനിക്ക് ഏരി കുറച്ച് കുറവാണ്. ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഭാവം നിറം വരുന്നേരം മറച്ചും തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ആക്കാം. ബ്രൗൺ കളറാകുന്നത് ഇതാ. ആരും വിചാരിക്കേണ്ട അയ്യോ ഗോതമ്പ് പൊടി അടിക്ക് കയറി പിടിക്കും, ശരിയാകത്തില്ല, ഒന്നുമില്ല. അടിക്കൊന്നും പിടിക്കുന്നത്, സോഫ്റ്റാണ്, സൂപ്പറാണ്. നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മസാല പരത്തി വെക്കാം. അവിടെ നിന്നാവട്ടെ, ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഒറ്റക്കാണ് ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് ആക്കുന്നത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എന്നാലും സാധനമില്ല, ഞാൻ ഓരോന്നോരോന്നായി വറുത്ത് കോരുന്നുണ്ട്. ഒരുമിച്ചിട്ടിട്ടല്ല ഞാൻ ആക്കുന്നത്, ഓരോന്നോരോന്നായി വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുട്ട ബജി ഇവിടെ തയ്യാറായി. ബാക്കി വന്ന മാവ് കൊണ്ട് ഞാൻ വടരൂപത്തിൽ ആക്കുകയാണിതാ. 2 വടരൂപത്തിൽ ഇവിടെ ആക്കിയിട്ടുണ്ട്, അടുപ്പത്തുണ്ട്. ഇനി ഇത് ഓരോന്നായി വടരൂപത്തിലാക്കി എടുക്കട്ടെ ബാക്കി മാവ്. ഇത് മുട്ട ബജിയും പക്കാവടയും റെഡിയായിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ബാക്കി വന്ന മാവ് കൊണ്ട് ഉണ്ടാക്കിയേ ഉള്ളൂ. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് ഗോതമ്പ് പൊടി അനുസരിച്ച് ടേസ്റ്റില്ലാതൊന്നും വിചാരിക്കരുത്. മൈദപ്പൊടിയും കടലമാവിലും ആക്കുന്നത് പോലെ തന്നെ നല്ല രുചിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ സഹകരണം എൻ്റെ വിജയത്തിന്, എൻ്റെ ചാനലിൻ്റെ വിജയം. അപ്പോൾ നിങ്ങൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്താലേ എനിക്ക് ഇനി പുതിയ വീഡിയോയിൽ വീണ്ടും വരാൻ കഴിയും. അപ്പോൾ എല്ലാവരും സഹകരിച്ച് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, എൻ്റെ അഭിപ്രായം പറയണം. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം.